ഹയാൽ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ ശ്യാമയും ആ പോലീസുകാരും നമ്മുടെ രാധികയും വരുണും എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് അവരെല്ലാവരും കൂടി ശ്യാമിനോട് പാട്ട് പാടാൻ പറയുന്നത്. അപ്പോൾ ശ്യാമ അങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അതൊക്കെ എല്ലാവരും അങ്ങനെ ആസ്വദിച്ച് കേൾക്കുന്നൊക്കെ ഉണ്ട്. ആ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടി ഇങ്ങനെ ശ്യാമിനെ അഭിനന്ദിക്കുകയാണ്. നല്ല മനോഹരമായ പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസുകാരാണ് പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നത്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെയുള്ള ഈ കാവൽ നിൽക്കാൻ വരുന്ന ഈ ജോലി ഭയങ്കര മടുപ്പായിരുന്നു, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ശ്യാമ മേഡത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടായല്ലോ. അതൊക്കെ ഇനി ഞങ്ങൾ അവിടെ ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങൾ പറയും എന്നൊക്കെ അങ്ങനെ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ശ്യാമയുടെ കൂടെ ഈ പാട്ട് കേൾക്കുന്നത്, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഓ എന്നെ അത്ര വലിയൊരു സംഭവമായിട്ട് കാണുന്നു വേണ്ട, ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ ഒരാൾ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമ അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്യാമ എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് രാധികയുടെ അടുത്ത് തന്നെ ശ്യാമ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമ അങ്ങനെ രാധികനോട് പറയുന്നുണ്ട്, മോളെ നീ ഒറ്റയ്ക്ക് അങ്ങനെ കഴിക്കാതെ എനിക്കും കൂടി വാരിത്താ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് കൂടി വാരി കൊടുക്കുന്നും ഭയങ്കര സ്നേഹപ്രകടനമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്യാമ വരുണിനെയും കൂടി അടുത്തേക്ക് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ വരുണിനോട് പറയുന്നുണ്ട്, നീ എൻ്റെ സ്വന്തം മകനാണ്, അതുകൊണ്ട് ഞാൻ നിനക്കും വാരിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊക്കെ വാരിത്തന്ന് ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷെ ശ്യാമയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സങ്കടം ഉള്ളതുപോലൊക്കെ, എന്തൊക്കെയോ ഒരു ഫീലിങ്ങൊക്കെ ഉള്ള പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ ചെറുതായിട്ട് തോന്നുന്നൊക്കെ ഉണ്ട്. പക്ഷെ ശ്യാമ എന്തൊക്കെയോ ഒരു അർത്ഥം വെച്ചുള്ള സംസാരങ്ങളൊക്കെ പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശ്യാമ ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത് എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശ്യാമ വന്നിട്ട് അവരോട് പറഞ്ഞിട്ട്, എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമല്ല, അതുകൊണ്ട് ഒരു സെൽഫി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അവരെല്ലാവരെയും കൂടിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രാധിക തിരിച്ചു പോകാൻ എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ അവളെ യാത്രയാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, മോളെ നിന്നെ കൊണ്ടുവിടണോ, ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുമോ എന്നൊക്കെ ശ്യാമ ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, ഞാനേ ഈ വലിയ പട്ടണങ്ങളിൽ ഇതിലും വലിയ വില്ലന്മാരുടെ ഇടയിലൊക്കെ ജീവിച്ചതാണ്, അവരൊന്നും എന്നെ ഒന്നും ചെയ്യാൻ വന്നിട്ടില്ല. ഇനി എങ്ങാനും അവരെന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ അതിനുള്ള വിവരം അവരറിയും. അതുകൊണ്ട് ഈ ഒരു ഗ്രാമത്തിൽ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പോകാനുള്ള യാതൊരു ഭയവും എനിക്കില്ല, അതുകൊണ്ട് ആരും എന്നെ ആക്കിത്തരുന്നു വേണ്ട എന്നൊക്കെ അങ്ങനെ ആരതി പറഞ്ഞിട്ട് അവളങ്ങ് യാത്ര അയക്കണം. അവളങ്ങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാധിക ശ്യാമനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ അമ്മ എല്ലാവരെയും കൂടി ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്തത് എന്നൊക്കെ അങ്ങനെ ചോദിക്കും. ആ സമയത്ത് ശ്യാമയുടെ മറുപടി എന്ന് വെച്ചാൽ, ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന അവസാന ഒരു സമയമല്ലായിരുന്നോ, നാളെ ഇനി ഞാനും അമൃതേടത്തും കൂടി ദുബായിൽ പോവുകയാണ്, അതിന് മുന്നേ ഉള്ളൊരു ഒരുമിച്ച് കൂടുന്നൊരു സമയമാണ്. പിന്നെ ആരതി എന്ന് പറയുന്ന അവൾ എപ്പോഴും കിട്ടില്ല, അവൾ ഭയങ്കര ബിസി ആയിരിക്കും. പിന്നെ നമ്മൾ അവളെയും കൂടി ഒരുമിച്ചുള്ള ആ ഒരു നിമിഷം ആയതുകൊണ്ടാണ് ഞാനപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തത്. പിന്നെ നമ്മൾ ഒരുമിച്ച് ഇനി കാണണമെന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധികക്ക് പേടിയാവണം അമ്മയുടെ ഈ ഒരു രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോൾ. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, അത് പിന്നെ ആരതി ഭയങ്കര തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നാളെ ഞങ്ങൾ ദുബായിൽ പോവല്ലേ, അപ്പോൾ ഇനി വന്നിട്ടൊക്കെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയൊക്കെ എന്നാണോന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമ പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ആ സമയത്ത് നമ്മുടെ അമൃതേടത്തെയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്, അതേപോലെ വരുണുമുണ്ട്. അപ്പോൾ ഈ അമൃതേടത്തെയും വരുണും ഒക്കെ നിൽക്കുന്ന സമയത്ത് ശ്യാമ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മോള് പോയി കിടന്നോ, എന്തായാലും ഇന്ന് നീ എൻ്റെ അടുത്ത് കിടക്കണ്ട, നീ ഇന്ന് വരുണിൻ്റെ കൂടെ കിടന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, അതെന്താ അമ്മേ ഞാൻ അമ്മയുടെ അടുത്ത് കിടക്കാൻ പറ്റാത്ത എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ അമൃതേടത്തി പറയുന്നുണ്ട്, അതിനുള്ള ഉത്തരം എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അതെന്താന്ന് ഇവരിങ്ങനെ ചോദിക്കണം, എന്താണ് രാധിക ശ്യാമയുടെ അടുത്ത് കിടക്കാൻ സമ്മതിക്കാത്തത് ഈ രാത്രി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ അമൃതേടത്തി പറയുന്നുണ്ട്, അതെ ഈ ചില ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷങ്ങളൊക്കെ ഈ ശ്യാമക്ക് ഉണ്ടാകുന്ന സമയത്ത് ശ്യാമയുടെ അടുത്തേക്ക് അഖിൽ സാർ വരാറുണ്ട്. അപ്പോൾ അഖിൽ സാറിനോടൊക്കെ രാത്രി അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ എനിക്ക് കാണാം, ഞാനൊക്കെ ചില ദിവസമൊക്കെ കേൾക്കലുണ്ട്, ഇടയ്ക്കൊക്കെ ഞാൻ പോയി വാതിൽ മുട്ടാറൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശ്യാമ പറയാണ്, അവൾ പറഞ്ഞാൽ ശരിയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ അഖിൽ സാറ് എൻ്റെ അടുത്ത് വരാറുണ്ട്, എല്ലാവർക്കും അതൊക്കെ ഒരു തോന്നലാണെന്നൊക്കെ തോന്നും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്കത് യാഥാർത്ഥ്യമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് തന്നെ അഖിൽ സാർ ഇരിക്കുന്നതും ഞങ്ങൾ ഓരോ കാര്യങ്ങളും എൻ്റെ സങ്കടങ്ങളും എല്ലാം ഞാനിങ്ങനെ അഖിൽ സാറിനോട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വന്നാൽ അങ്ങനെ സങ്കടങ്ങളൊന്നും ഷെയർ ചെയ്യില്ല, ഞാൻ സന്തോഷങ്ങൾ മാത്രം ഷെയർ ചെയ്യും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു നിമിഷമാണ് എൻ്റെ സ്വത്തുക്കളൊക്കെ എൻ്റെ മകളുടെ പേർക്ക് എഴുതി വെക്കുക എന്നുള്ള ആ ഒരു നിമിഷമാണ് നാളെ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും അഖിൽ സാറിനോട് പറയില്ല, ഞാൻ സന്തോഷങ്ങൾ മാത്രം പറയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട്.
എന്നിട്ട് അവളോട് പോയി കിടന്നുറങ്ങാൻ പറയാണ്. അപ്പോൾ ഇവൾ പോകാൻ നേരത്തെ ഈ രാധികനെ ഈ ശ്യാമ ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാധിക ഇങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു യാത്രയപ്പോൾ പോലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ ശ്യാമം പറയുന്നുണ്ട്, നാളെ ഞങ്ങൾ ദുബായി പോവല്ലേ, പിന്നെ തിരിച്ച് വന്നിട്ട് വേണ്ട എന്നുള്ള ആ ഒരു അർത്ഥത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും നാളത്തെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്, നാളത്തെ ആ ഒരു ദിവസം. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണ് രാധികയ്ക്ക് എൻ്റെ സർവ്വ സ്വത്തുക്കൾ എഴുതി കൊടുക്കുക എന്നുള്ളത്. ആ ഒരു നിമിഷമാണ് നാളെ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. അതുകൊണ്ട് 10 മണിക്ക് രജിസ്ട്രാർ ഓഫീസിൽ എത്തണം എന്നാണ് പറഞ്ഞത്. നമുക്ക് കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ അങ്ങനെ രാധികനോട് പറയണം. അപ്പോൾ രാധിക ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരു ഉറപ്പ് കൊടുത്തിട്ട് അവരങ്ങ് ഉറങ്ങാൻ പോവാണ്. കണിമംഗലത്തിലാണെങ്കിൽ വരുണിൻ്റെ അച്ഛന് അത്ര വലിയ സന്തോഷമൊന്നുമില്ല, ഭയങ്കര സങ്കടം ഡിപ്രഷനൊക്കെ ആയിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പത്മിനി അടുത്ത് വന്നിട്ട് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ഇവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, ഞാൻ ഇത്രയും നല്ല ആഡംബരമായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുള്ള ആ ഒരു സങ്കടമാണ് എന്നൊക്കെ ഇങ്ങനെ വരുണിൻ്റെ അച്ഛൻ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശ്യാമ എല്ലാത്തിനും സഹായിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ സർവ്വ സ്വത്തുക്കളും ശ്യാമയുടേത് നമ്മുടെ രാധികമ്മയുടെ പേരിലായിരിക്കും. അതുകൊണ്ട് ആ ഒരു സ്വത്തുക്കൾ മതിയാവില്ല നമുക്ക് രക്ഷപ്പെടാനും നമ്മുടെ ഈ കമ്പനിയൊക്കെ തിരിച്ചു പിടിക്കാനും എന്നൊക്കെ അങ്ങനെ ഈ വരുണിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. പക്ഷേ വരുണിൻ്റെ അച്ഛന് അതൊരാശ്വാസമാണെങ്കിലും ചെറിയൊരു സങ്കടമൊക്കെയാണ്. ഇത്രയും നല്ല രീതിയിൽ ജീവിച്ചിട്ട് ഒരാളുടെ സഹായത്തിൽ ആണിപ്പോൾ പോകുന്നത് എന്നുള്ള ആ ഒരു ധാരണയിൽ ഇങ്ങനെ വരുണിൻ്റെ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊരു ബാധ്യത തന്നെയാണ്, അതൊരു കടം തന്നെയാണ്, നമ്മൾ അവരുടെ അടുത്തുനിന്ന് ഒരു സഹായം ചോദിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് രാധികമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന സർവ്വ സ്വത്തുക്കളിൽ നിന്നും നല്ലൊരു കണക്ക് വെക്കാം. എന്നിട്ട് ആ കണക്കിന് പകരം നമ്മൾ ഈ ബിസിനസ് ചെയ്ത് അതിനൊരു ലാഭ വിഹിതം നമുക്ക് രാധികമ്മക്ക് തിരിച്ചു കൊടുക്കുക എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ വേറൊരു കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ ഈ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ കൽപ്പന ഉർവശിയും കൂടി ആ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് വരികയാണ്. ഇവരെന്താ പറയുന്നതെന്നൊക്കെ കേൾക്കാനും വേണ്ടിയിട്ട് ആ ഒരു ടൈമിലാണ് നമ്മുടെ വരുണിൻ്റെ അച്ഛൻ പറയുന്നത്, ഞാൻ എന്തായാലും കണിമംഗലത്തിൻ്റെ ഈ കമ്പനി എന്ന് പറയുന്നത് എൻ്റെയും വരുണിൻ്റെയും അതുപോലെ സൂര്യയുടെയും പേരിൽ മാത്രമാണ്, വേറെ ആർക്കും അതിലൊരു ഇൻവോൾവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു അവകാശമോ ഒന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ കമ്പനി രക്ഷപ്പെടുത്താൻ പോകുന്നത് രാധികമ്മോളാണ്. അപ്പോൾ രാധികമ്മോൾക്കും കൂടി ആ ഒരു അവകാശം കൊടുത്താലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ പത്മിനി അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്, കാരണം നമ്മളെ കമ്പനീനെ കരകയറ്റാൻ നിൽക്കുന്നത് അവളാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം വളരെ നല്ല കാര്യം തന്നെ എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യാണ്. പക്ഷേ നമ്മുടെ കൽപ്പനയ്ക്ക് ഉർവശിക്ക് അത് ഒട്ടും പിടിച്ചിട്ടില്ല. അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ കയറാണ്. ഈ സ്വത്തുക്കൾ മുഴുവനും അതും രാധികയുടെ പേരിൽ, പിന്നെ അവളൊക്കെ ഞങ്ങളുടെ തലയിൽ കയറി നിരങ്ങും എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഇവർക്ക് രണ്ടുപേർക്കും. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അല്ല അച്ഛൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതാണ്, അത് ഇനി ശ്യാമയും രാധികയും കൂടി നിങ്ങളോട് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണോ സഹായിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ഇവരങ്ങ് ചോദിക്കാണ്. പക്ഷെ ആ ചോദ്യം വരുണിൻ്റെ അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ പരമേശ്വരൻ പറയുന്നുണ്ട്, അവരങ്ങനെ ഒരു കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല, ഞാൻ എൻ്റെ കാര്യമാണ്, ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ പരമേശ്വരനോട് ഇവരിങ്ങനെ അവർക്ക് ആ ഒരു അസംതൃപ്തി അവരിങ്ങനെ അറിയിക്കുന്നുണ്ട്. അവരോരോ രീതി കൂടെ എന്തിനാണത് എന്നുള്ള ആ ഒരു രീതി കൂടെ ഒക്കെ ഇങ്ങനെ അസംതൃപ്തി അറിയിക്കുമ്പോൾ ഈ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും അടിത്തറ ഇളകിയാലും മേലെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതെന്തായാലും ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നത്. ഇത്രയും ഒരു പ്രശ്നം ഈ കണിമംഗലത്ത് നടക്കുകയാണെങ്കിലും നിങ്ങളുടെ കുടുംബക്കാർ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ഒന്നിനും വന്നിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ കൽപ്പന അറിയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയും, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലായിരുന്നു, പക്ഷെ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എനിക്കതൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്ന് അങ്ങ് എണീറ്റ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൽപ്പന അങ്ങനെ പറയുന്നുണ്ട്, ഇനി ആ രാധിക ഈ രജിസ്ട്രേഷൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ സർവ്വ സ്വത്തുക്കളുടെ ഈ കണിമംഗലത്തിൻ്റെ ഈ ഗ്രൂപ്പ് തന്നെ അവളുടെ പേരിലായിരിക്കും, ഇതൊന്നും എനിക്ക് സഹിച്ചാൽ നിൽക്കാൻ വയ്യ എന്നൊക്കെ അങ്ങനെ ഈ കൽപ്പന ഉർവശിയും പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, എന്തായാലും ആ രജിസ്ട്രേഷൻ നടക്കില്ല എന്നൊക്കെ അങ്ങനെ ഈ ഉർവശിയും കൂടി അങ്ങ് പറയാണ്. പിന്നെ അങ്ങനെ നേരം വെളുത്ത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡിലാണ്. നമ്മുടെ വരുണും രാധികയും കൂടി നേരത്തെ എണീറ്റ് മാറ്റി ഒരുങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും അമ്പലത്തിലേക്ക് പോകണം എന്നൊക്കെ ശ്യാമ പറഞ്ഞതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മുടെ രാധിക പറയുന്നുണ്ട്, അല്ല വരുൺ അമ്മ എണീറ്റ് ആവോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, നല്ല ബെസ്റ്റ്, അമ്മ അമ്പലത്തേക്ക് പോകണം പറഞ്ഞ് നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞ ആളാണ്, അമ്മ എണീക്കാതിരിക്കുമോ, നീ വേഗം മാറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളും ഇവനിങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി പുറത്ത് പോകാൻ നിൽക്കണം. എന്തായാലും ഇന്ന് അമ്മയുടെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ്. അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മയുടെ സ്വത്തുക്കൾ മുഴുവനും എനിക്ക് എഴുതി തരിക എന്നുള്ളത്. അതുകൊണ്ട്
അമ്മ എന്തായാലും നേരത്തെ എണീറ്റിട്ടുണ്ടാവും, അമ്മ ഭയങ്കര സന്തോഷവതിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്. അപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ ശ്യാമേൻ്റെ ഡോറങ്ങ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അല്ല അമ്മ ഇപ്പോഴും എണീറ്റിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ ആ ഡോർ അങ്ങ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല, ആ റൂം അങ്ങ് കാലിയാണ്. അപ്പോൾ ഇവള് വേറെ റൂമൊക്കെ ഫുള്ള് സെർച്ച് ചെയ്ത് ബാത്റൂമൊക്കെ തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, വേണമെങ്കിൽ ഇനി അമൃതേടത്തിയുടെ അടുത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അമൃതേടത്തിയുടെ ആ റൂമിലൊന്ന് പോയി നോക്കുന്നുണ്ട്, പക്ഷെ അവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ഇവൾ കുറച്ച് അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്, രണ്ടുപേരെ ഒരുമിച്ച് അങ്ങ് കാണുന്നില്ല. അപ്പോൾ ഇവർ ഫുള്ള് അങ്ങ് സെർച്ച് ചെയ്യുന്നൊക്കെ ഉണ്ട്, ആരെയും എവിടെയും കാണുന്നില്ല. അപ്പം പിന്നെ ഇവർക്ക് നന്നായിട്ട് പേടിയാവുന്നു, അമ്മനെയും അമൃതേടത്തിനെ ഒന്നും കാണുന്നില്ല, നമ്മളിനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ആ സിറ്റ് ഔട്ടിൽ ആ പോലീസുകാർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. അവരോടും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ കണ്ടോ, അമ്മനെ കണ്ടോ, അവരുടെ കൂടെ പോകുന്നത് എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഒന്ന് ഉറങ്ങി എണീറ്റ് നിൽക്കുകയാണ്, അവരൊന്ന് ഉറക്കം തൂങ്ങിയിട്ടാണ് അവിടെ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇല്ലല്ല ഞങ്ങൾ കണ്ടിട്ടില്ല, ഇതിലൂടെ ഒന്നും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ അങ്ങ് തിരഞ്ഞ് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് സെർച്ചിങ് ആണ്. എന്തായാലും ശ്യാമനെയും നമ്മുടെ അമൃതേടത്തിനെയും അവിടെ മിസ്സിങ് ആണ്. അവരെ ഇനി എന്തായാലും ഈ ചന്ദ്രശേഖരൻ തട്ടിക്കൊണ്ട് പോയത് തന്നെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇവരുടെ സംസാരമൊക്കെ ഇന്നലെ രാത്രി കഴിഞ്ഞ ആ സംസാരങ്ങളിലൊക്കെ എന്തൊക്കെ അർത്ഥം വെച്ചുള്ള സംസാരം പോലെയൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഇവിടുന്ന് ഇവരെ അങ്ങനെ ചതിച്ച് പോകാനുള്ള ചാൻസ് ഒന്നും എന്തായാലും ഇല്ല. പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്, നമ്മുടെ വരൻ്റെ അച്ഛനോട് സൂര്യ പറയുന്നുണ്ട് ശ്യാമനെ കാണാനില്ല എന്നുള്ള കാര്യമൊക്കെ. ആ ഒരു വാർത്ത അറിഞ്ഞിട്ട് വരൻ്റെ അച്ഛൻ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ജീവിതത്തിലൊന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരുന്നു ശ്യാമ, ആ ശ്യാമനെ മിസ്സിങ് ആണ് എന്നുള്ള ആ ഒരു ടെൻഷൻ മുഴുവനും വരൻ്റെ അച്ഛനുണ്ട്. പക്ഷേ നമ്മുടെ ഉർവശിയും കൽപ്പനയും കൂടിയിട്ട് നമ്മുടെ ചന്ദ്രശേഖരനെ വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, നിങ്ങൾ അവരെ രണ്ടുപേരെയും അവിടെ അടുത്ത് നിന്ന് ഇങ്ങനെ ജപ്തി ചെയ്യുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും അങ്ങനെ അവിടെ നിന്നാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചോദിക്കുക ശ്യാമയുടെ ഒരു കാര്യം നിങ്ങളൊന്നും അന്വേഷിക്കൊന്നും വേണ്ട, നിങ്ങൾ ആ ജപ്തി സമയത്ത് അവരുടെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. അപ്പം മിക്കവാറും ഇത് ചന്ദ്രശേഖരൻ്റെ കളിയായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കണം ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ.